ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആഗമന കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം ദാവീദിൻ്റെ ഭവനത്തോട് ചെയ്യുന്ന വാഗ്ദാനവും എന്നാൽ ആ വാഗ്ദാനം നിറവേറ്റുന്നത് എത്രമാത്രം അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ ദൈവികമായിട്ടുള്ള ഒരു രീതിയിലുമാണ് എന്നതാണ് ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ നമ്മോട് പറയുക. പഴയ നിയമത്തിൽ 1000-ഓളം വർഷങ്ങൾക്ക് മുൻപ്, അതായത് യേശുവിൻ്റെ ജനനത്തിന് 1000-ഓളം വർഷങ്ങൾക്ക് മുൻപ് ദാവീദിൻ്റെ ഭവനത്തോട് നാഥാൻ പ്രവാചകനിലൂടെ നടത്തിയ ഒരു പ്രവചനം എപ്രകാരമാണ് ആ പ്രവചനം നടത്തിയതിന് ശേഷം 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോസഫ് എന്നു പേരായ ഒരു പാവപ്പെട്ട മരപ്പണിക്കാരനോടും അവൻ്റെ ഭാര്യയും കന്യകയുമായ മറിയത്തോടും ചേർന്ന് ദൈവം അത് യാഥാർത്ഥ്യമാക്കുന്നത്. ഇതാണ് ഇന്നത്തെ ദൈവവചനം നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഇതൾ വിരിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവികമായ യാഥാർത്ഥ്യം. അപ്പോൾ ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനം ജോസഫിലൂടെയും കന്യകാമറിയത്തിലൂടെയും അവിടുന്ന് പൂർത്തിയാക്കുന്നു. അതാണ് ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ നമ്മോട് പറയുക. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ഗബ്രിയേൽ ദൈവദൂതൻ കന്യകയായ മറിയത്തോട് നൽകുന്ന മംഗളവാർത്തയാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ മംഗളവാർത്തയിലെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ദൈവദൂതൻ മറിയത്തോട് പറയുന്നു, നിന്റെ പുത്രൻ വലിയവനായിരിക്കും. രണ്ടാമത്തേത്, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ മിശിഹ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ളവനാണ്, അല്ലെങ്കിൽ മിശിഹായുടെ ഉത്ഭവം ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നായിരിക്കും എന്നുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള യഹൂദന്മാരുടെ പ്രതീക്ഷ മറിയത്തിനോടുള്ള ഈ വാക്കുകളിലൂടെ ദൈവം പൂർത്തീകരിക്കുകയാണ്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. മൂന്നാമത്തെ കാര്യം, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നാലാമത്തേത്, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. അവൻ്റെ രാജ്യം അവസാനമില്ലാതെ അനിറ്റേണൽ എവർലാസ്റ്റിംഗ് കിങ്ഡം ആയിരിക്കും. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെയാണ്: ഒന്ന്, അവൻ്റെ മഹത്വം; രണ്ടാമത്തേത്, അവൻ്റെ സിംഹാസനം; മൂന്നാമത്തേത്, അവൻ്റെ ദൈവപുത്രസ്ഥാനം; നാലാമത്തേത്, അവൻ്റെ നിത്യമായ രാജ്യം, എവർലാസ്റ്റിംഗ് കിങ്ഡം. അപ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ്റെ മംഗളവാർത്തയിലെ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിൽ നാഥാൻ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന 1-ാം വായന ആ ഒരു പ്രവചനമാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന് 7-ാം അധ്യായത്തിലെ ഭാഗം. ആ ഭാഗം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അവിടെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ദാവീദ് രാജാവ് കർത്താവിൻ്റെ വാഗ്ദാന പേടകം ജെറുസലേം നഗരത്തിലേക്ക്, തൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് തൻ്റെ രാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനം കർത്താവിൻ്റെ വാഗ്ദാന പേടകമായിരിക്കണമെന്നും കർത്താവിൻ്റെ ആരാധനയിലായിരിക്കണം
തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുറ്റിത്തിരിയേണ്ടത്, അല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം കർത്താവായ ദൈവത്തിൻ്റെ ആരാധനയായിരിക്കണം എന്നും ദാവീദ് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ദാവീദ് രാജാവിന് ഒരുപാട് വീഴ്ചകൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മനുഷ്യനാണ്. ദൈവത്തിൻ്റെ വലിയ ക്രോധത്തിന് പാത്രമായിട്ടുള്ളൊരു മനുഷ്യനാണ്. എങ്കിലും ദൈവം ദാവീദിനെ ഉപേക്ഷിച്ച് കളയുന്നില്ല. എന്തുകൊണ്ടാണ്? ദാവീദ് തൻ്റെ വീഴ്ചകൾക്ക് നടുവിലും തൻ്റെ പാപങ്ങൾക്ക് നടുവിലും ദൈവത്തോടുള്ള അദമ്യമായ സ്നേഹം വച്ച് പുലർത്തിയിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം, എൻ്റെ രാജ്യത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം. എനിക്ക് വീഴ്ചകൾ വന്നു പോയെങ്കിലും ആ ഒരു ആഗ്രഹം ദാവീദ് രാജാവിന് എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് ദാവീദിനെ നിലനിർത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ കേന്ദ്രം ദൈവമായ കർത്താവ് ആയിരിക്കണമെന്ന് ദാവീദ് ആഗ്രഹിച്ചു. അതാണ് ഇന്നത്തെ ഒന്നാം വായനയുടെ പശ്ചാത്തലം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ഒരു കൂടാരത്തിൽ ഇരിക്കുമ്പോൾ താൻ ഒരു വലിയ കൊട്ടാരത്തിൽ വസിക്കുന്നത് ശരിയല്ല എന്ന് ദാവീദിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വാഗ്ദാന പേടകം സൂക്ഷിക്കുവാൻ, ദൈവമായ കർത്താവിന് വസിക്കുവാൻ യോഗ്യമായ ഒരു ആലയം നിർമ്മിക്കണമെന്ന് ദാവീദ് രാജാവിന് ആഗ്രഹമുണ്ടായി. അപ്പോൾ ജെറുസലേമിൽ ഒരു മനോഹരമായ ജെറുസലേം ദേവാലയം പണിതുയർത്തുവാൻ, തൻ്റെ പ്രിയപ്പെട്ടവനായ ദൈവമായ കർത്താവിന് യോഗ്യമായ രീതിയിൽ വാസസ്ഥലം ഒരുക്കുവാനായിട്ട് ദാവീദ് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലെ പ്രവാചകനായ നാഥാൻ പ്രവാചകനെ അറിയിക്കുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു, നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പക്ഷേ അന്ന് രാത്രി കർത്താവ് നാഥാൻ പ്രവാചകനോട് അരുളി ചെയ്തു, ദാവീദിനെക്കുറിച്ച് അവനോട് പറയുക, വെറുമൊരു ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം എപ്രകാരമാണ് ഉയർത്തിയതെന്നും ഇസ്രായേലിൻ്റെ രാജസ്ഥാനം വരെ എത്തിച്ചതെന്നുമുള്ള ദാവീദിൻ്റെ ജീവചരിത്രം ചുരുക്കമായി ഈ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ഈ സുവിശേഷം, കർത്താവിൻ്റെ മംഗളവാർത്ത മനസ്സിലാക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ വചനങ്ങൾ അവിടെയുണ്ട്. ഈ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്ന കാര്യങ്ങൾ അതിങ്ങനെയാണ്: നിന്നെ ഒരു വംശമായി വളർത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഒരു ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവ് പറയുക, ദാവീദിന് ഒരു പുത്രനുണ്ടാകും. ആ പുത്രനിലൂടെ ദാവീദിൻ്റെ സിംഹാസനവും ദാവീദിൻ്റെ രാജ്യവും എന്നേക്കും നിലനിൽക്കുന്നതായി മാറും എന്നാണ്. ഇതേ വാക്കുകൾ തന്നെയാണ് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞ മംഗളവാർത്തയിലെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. അതിൻ്റെ ഒരു മുൻ പ്രതിപാദനമാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതായത് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറയുന്ന കാര്യങ്ങളിലും മറിയത്തോടുള്ള ഗബ്രിയേൽ ദൈവദൂതൻ്റെ മംഗളവാർത്തയിലെ പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത്, ദാവീദിൻ്റെ വംശവും പിന്തുടർച്ചയും ഒരു ഔരസപുത്രനും, ദാവീദിൻ്റെ ഒരു ഔരസപുത്രനും മഹത്വമുള്ളവനായിരിക്കും. രണ്ടാമത്തേത്, നിൻ്റെ ഔരസപുത്രൻ, നിൻ്റെ ഓഫ് സ്പ്രിങ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിലുള്ളത്. നിൻ്റെ ഓഫ് സ്പ്രിങ്,
മലയാളത്തിലത് ഔരസപുത്രൻ എന്നാണ്. നിൻ്റെ ഔരസപുത്രൻ ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കുമായി സ്ഥാപിക്കും. അങ്ങനെ സിംഹാസനം എപ്പോഴും രാജാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കും. അതായത് സിംഹാസനം എന്ന് പറയുന്നത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ സിംഹാസനം നിത്യമായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ അധികാരം നിത്യമായി നിലനിൽക്കുന്നതായിരിക്കും. മൂന്നാമത്തേത്, ദാവീദിൻ്റെ ഒരു ഔരസപുത്രനെ ദൈവം വിശേഷിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം പുത്രൻ, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ എൻ്റെ സ്വന്തം പുത്രൻ തന്നെയായിരിക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇവിടെയാണ് ഓർക്കുക, പഴയ നിയമത്തിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിനെ ദൈവം സ്വന്തം പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ എൻ്റെ ആദ്യജാതനാണ് എന്ന നിലയിൽ. പക്ഷെ അത് ഇസ്രായേലിനെ ഒരു സമൂഹമായിട്ട്, ഒരു കൂട്ടമായിട്ടാണ് അപ്രകാരം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച്, ദാവീദിൻ്റെ വംശത്തിലെ ഒരു ഔരസപുത്രനെക്കുറിച്ച് ആദ്യമായി വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. നാലാമത്തെ കാര്യം ഇതാണ്. ഇത് ഏറ്റവും സങ്കീർണമായിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളതാണ് ഈ നാലാമത്തെ കാര്യം. ദൈവം ദാവീദിനോടും അവൻ്റെ വംശത്തോടും ഒരു വാഗ്ദാനം ചെയ്യുകയാണ്. എന്താണ്? നിൻ്റെ കുടുംബവും രാജത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം പറയുക, നിൻ്റെ സിംഹാസനം വർഷങ്ങളോളം നിലനിൽക്കും എന്നല്ല, അല്ലെങ്കിൽ നിൻ്റെ സിംഹാസനം നൂറ്റാണ്ടുകളോളം നിലനിൽക്കും, ഒരു പ്രത്യേക വലിയൊരു കാലയളവ് വരെ നിലനിൽക്കും എന്നല്ല പറയുന്നത്. നിൻ്റെ സിംഹാസനം അല്ലെങ്കിൽ നിൻ്റെ ഭരണം നശിക്കുകയില്ല, അത് എന്നേക്കും, എവർ ലാസ്റ്റിംഗ്, ഇറ്റേണൽ ആയിരിക്കും എന്നാണ് പറയുക. ഒരു എവർ ലാസ്റ്റിംഗ് കിങ്ഡം ആയിരിക്കും അത് എന്ന്. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഗബ്രിയേൽ മാലാഖയുടെ മറിയത്തോടുള്ള മംഗളവാർത്തയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദാവീദിനോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് മേരിയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. ദാവീദിനോട് പറഞ്ഞ ഏതാണ്ട് അതേ വാക്കുകൾ തന്നെ, അതേ ആശയങ്ങൾ തന്നെ മറിയത്തോട് ഗബ്രിയേൽ ദൈവദൂതൻ പറയുന്നതിലൂടെ ദൈവം ചെയ്യുക. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദാവീദിനോട് ചെയ്ത വാഗ്ദാനം മറിയത്തിലൂടെ ക്രിസ്തുവിൽ നിറവേറുന്നതാണ് സുവിശേഷത്തിലും 1-ാമത്തെ വായനയിൽ നമ്മൾ കാണുക. അപ്പോൾ മറിയത്തിലും യേശുവിലുമാണ് ദൈവത്തിൻ്റെ ദാവീദിനോടുള്ള പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്കൂടെ നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്കിങ്ങനെ പറയാം, അല്ലെങ്കിൽ ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രം, അത് ഏകദേശം ഇപ്രകാരമാണ്. ഏകദേശം BC 1000 നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിന് ഈ വാഗ്ദാനം നൽകുന്നത്. ദാവീദിൻ്റെ സിംഹാസനവും രാജ്യവും എന്നേക്കും നിലനിൽക്കുമെന്ന്. ഈശോയുടെ ജനനത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വാഗ്ദാനം അല്ലെങ്കിൽ ഈ പ്രവചനം നാഥാൻ പ്രവാചകൻ നടത്തിയതിന് ശേഷം വളരെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ ദാവീദിൻ്റെ രാജ്യവും സിംഹാസനവും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വിഭജിക്കപ്പെടുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രനായ സോളമന് ശേഷം സോളമൻ്റെ 2 മക്കൾ ജെറോബോവാം, റെഹോബോവാം തമ്മിലുള്ള ഒരു വടംവലിയുടെ ഫലമായിട്ട് രാജ്യം വിഭജിക്കപ്പെടുകയാണ്. അപ്പോൾ BC 1000 ദൈവത്തിൻ്റെ വാഗ്ദാനം, BC 922 ഏകദേശം 88 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സോളമൻ മരിക്കുമ്പോൾ ദാവീദിൻ്റെ രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. എങ്ങനെ? ഇസ്രായേൽ എന്ന വടക്കൻ രാജ്യം, അതായത് 12 ആകെയുള്ള 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ഒന്നു ചേർന്ന് ഇസ്രായേൽ എന്ന പേരിൽ ഒരു വടക്കൻ രാജ്യവും, 2 ഗോത്രങ്ങൾ, യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങൾ ചേർന്ന് 2 ഗോത്രങ്ങൾ കൊണ്ട് യൂദ എന്ന തെക്കൻ രാജ്യവും സ്ഥാപിക്കപ്പെടുന്നു.
പിന്നെയും കുറച്ച് കഴിയുമ്പോൾ BC 722 അസീറിയക്കാർ വന്നിട്ട് വടക്കൻ രാജ്യം, ആ 10 ഗോത്രങ്ങൾ അസീറിയക്കാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവരെ അടിമകളായിട്ട് അസീറിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ഒരു മേജർ പാർട്ട്, ഒരു വലിയ ഭാഗം, 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, അപ്രത്യക്ഷമായി കഴിഞ്ഞു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമുക്കിത് കാണാവുന്നതാണ്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഏകദേശം BC 587 ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ ഇവിടെ അവശേഷിച്ചിരിക്കുന്ന 2 ഗോത്രങ്ങൾ, യൂദായും ബെഞ്ചമിനും, അവിടെ എന്ത് പറ്റുന്നു? ബാബിലോണിയക്കാർ വന്ന് ജെറുസലേം ആക്രമിക്കുകയും ബാബിലോണിയയിലേക്ക് അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ജെറുസലേം ദേവാലയവും ദാവീദിൻ്റെ കൊട്ടാരവും ദാവീദിൻ്റെ സിംഹാസനവും എല്ലാം ബാബിലോണിയക്കാർ തകർത്ത് തരിപ്പണമാക്കി കളയുന്നു. അവരെ ബാബിലോണിയയിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ജെറുസലേം നശിപ്പിക്കുന്നു, ദേവാലയം അഗ്നിക്കിരയാക്കുന്നു. അന്ന് ജെറുസലേമിലെ രാജാവായിരുന്നു, അതായത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ അന്ന് ഉണ്ടായിരുന്ന രാജാവിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അദ്ദേഹത്തെ വധിക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ എല്ലാ മക്കളെയും വധിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള രാജവാഴ്ച എന്നേക്കുമായി ഇസ്രായേലിൽ അവസാനിക്കുകയാണ്. ദാവീദിൻ്റെ വംശത്തിലെ അവസാനത്തെ മനുഷ്യനെ വരെ കൊന്നുകളഞ്ഞിട്ടാണ് ബാബിലോണിയക്കാർ അവരെ അടിമകളാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ദാവീദിൻ്റെ വംശം തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. പിന്നീട് BC 587 ആയപ്പോഴേക്കും നാഥാൻ പ്രവാചകൻ്റെ പ്രവചനം നടന്നിട്ട് ഏകദേശം 500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചു? പൂർണ്ണമായിട്ടും ആ വാഗ്ദാനം പരാജയപ്പെട്ടു പോയി. ദാവീദും അവൻ്റെ വംശത്തിലും പെട്ട എല്ലാവരും സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയും രാജ്യം ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ പുത്രൻ്റെ രാജ്യം ഞാൻ എന്നേക്കുമായിട്ട് ഒരു എവർലാസ്റ്റിംഗ് കിങ്ഡമായിട്ട് ഞാൻ അവനെ സ്ഥാപിക്കും, അത് സ്ഥിരമാക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് എന്തു പറ്റി? പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ ദാവീദിനോടുള്ള വാഗ്ദാനം പാലിക്കുന്നതിൽ ദൈവം പരാജയപ്പെട്ടു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം പരാജയപ്പെട്ടു. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനം അങ്ങനെ പരാജയപ്പെടുമോ? ദൈവത്തിൻ്റെ വാക്കുകൾ വിലയില്ലാത്തതായിട്ട് മാറുമോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. BC 538 ജൂദായിലെ 2 ഗോത്രങ്ങൾ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തി. അവർ ജെറുസലേം ദേവാലയം പുനരുദ്ധരിച്ചു, ദേവാലയം പുതുക്കിപ്പണിതു. എന്നാൽ ദാവീദിൻ്റെ രാജവംശം, ദാവീദിൻ്റെ സിംഹാസനം ഒരിക്കലും പുനരുദ്ധരിക്കപ്പെട്ടില്ല. 2 ഗോത്രങ്ങൾ മാത്രമാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ഒരു സിംഹഭാഗമായ 10 ഗോത്രങ്ങൾ തിരിച്ചെത്തിയേയില്ല. അവർ ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളായിരുന്നു, ലോസ്റ്റ് ട്രൈബ്സ് ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു ഐക്യ രാജ്യം എന്ന നിലയിൽ ദാവീദിൻ്റെ രാജ്യം ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. എന്നുവരെയാണ് ഇതില്ലാതെയായത്? അതിനൊരു അവസാനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? AD 1-ാം നൂറ്റാണ്ട് വരെ. ഇത് തന്നെയായിരുന്നു ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ. AD 1-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ തന്നെ അത് നിലനിന്നു. പിന്നെ എപ്പോഴാണ് അതിന് മാറ്റം വരാൻ തുടങ്ങിയത്? അത് ഗബ്രിയേൽ മാലാഖ ഒരു പാവപ്പെട്ട കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്നത് വരെയാണ്. അപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു. ആ ദൈവദൂതൻ ആ കന്യകയായ പെൺകുട്ടിയോട് പറയുന്നു, നീയാണ് രക്ഷകനായ മിശിഹായുടെ അമ്മയാകാൻ പോകുന്നത്, നീയാണ് ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ പോകുന്നത്. അപ്പോൾ ദാവീദിനോടുള്ള നാഥാൻ പ്രവാചകൻ്റെ പ്രവചനം മറിയത്തോട് ആവർത്തിക്കപ്പെടുകയാണ്. 4 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അവൻ്റെ നാമം മഹത്വമേറിയതായിരിക്കും, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും. അങ്ങനെ ദാവീദിൻ്റെ രാജ്യം ഇല്ലാതായെങ്കിൽ അവൻ്റെ രാജ്യം എന്നും എന്നേക്കും
ദാവീദിൻ്റെ രാജ്യമില്ലാതായെങ്കിലും നിൻ്റെ പുത്രൻ്റെ മറിയത്തോട് പറയുക, നിൻ്റെ പുത്രൻ്റെ രാജ്യം അത് എന്നേക്കും നിലനിൽക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിമിഷമാണ് നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം കാത്തിരുന്ന നിമിഷം. ഈ ഒരു നിമിഷമാണ് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും ശോഭയേറിയ നിമിഷം. ഈ ഒരു നിമിഷമാണ് ആദം മുതൽ പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും സാഫല്യത്തിലേക്ക് നയിക്കുന്ന നിമിഷം. ഈ ഒരു നിമിഷമാണ് നൂറ്റാണ്ടുകളായുള്ള മനുഷ്യവംശത്തിൻ്റെ കാത്തിരിപ്പ് പൂവണിയുന്ന നിമിഷം. ഈ ഒരു നിമിഷമാണ് ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന നിമിഷം. ഈ നിമിഷം തന്നെയാണ് ദൈവം ദാവീദിൻ്റെ സിംഹാസനം പുനരുദ്ധരിക്കുന്ന നിമിഷം. ഈ നിമിഷമാണ് ആദി പാപം മൂലം വീണുപോയ മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആരംഭത്തിൻ്റെ നിമിഷം. അതാണ് ദൈവമയച്ച ഗബ്രിയേൽ ദൂതൻ്റെ മംഗളവാർത്തയിലൂടെ കന്യകാമറിയത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ദിവ്യരഹസ്യമുണ്ട്. ദാവീദിൻ്റെ വംശപരമ്പരയെ പ്രതീകാത്മകമായി ദൈവപുത്രൻ എന്ന് വിളിച്ചെങ്കിൽ മറിയത്തിൻ്റെ പുത്രനാണ് യഥാർത്ഥ നിത്യനായ ദൈവത്തിൻ്റെ പുത്രൻ. അത് അക്ഷരാർത്ഥത്തിലാവുകയാണ്. ദാവീദിനോട് പ്രതീകാത്മകമായിട്ട് നിൻ്റെ പുത്രനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മറിയത്തോട് പറയുക, നിൻ്റെ പുത്രൻ, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കാരണം അവൻ അക്ഷരാർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയാണ്. കാരണം പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്നെയാണ് അവളുടെ ഉദരത്തിൽ മാംസമായി ഉരുവായതും മനുഷ്യനായി അവതരിച്ചതും. അവളുടെ ഉദരത്തിൽ രൂപമെടുത്ത ആ ശിശു അതുകൊണ്ട് ദൈവം തന്നെയാണ്. ആ കന്യക അതുകൊണ്ട് ദൈവത്തിൻ്റെ അമ്മയാണ്, ദൈവമാതാവ്. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചയിലെ ദൈവവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ നിയമവും പഴയ നിയമവും എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെ നമ്മളോട് പറയുന്നുണ്ട്. പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമത്തിൽ അനാവൃതമാവുന്നു, വെളിപ്പെടുന്നു. പഴയ നിയമം പുതിയ നിയമത്തിലാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ദാവീദിനോട് ദൈവം ചെയ്ത പ്രവചനം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് നടത്തുന്ന മംഗളവാർത്തയിലൂടെയാണ്. അല്ലെങ്കിൽ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് നടത്തുന്ന മംഗളവാർത്ത നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ചെയ്യുന്ന ആ പ്രവചനത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒരു ദൈവികമായ നിഗൂഢത. ഈ നിഗൂഢതയിലൂടെയാണ് ദൈവം തൻ്റെ പദ്ധതികൾ ചുരുളഴിക്കുന്നത്. എത്ര അത്ഭുതകരമായ, എത്ര മഹത്തായ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആഗതമാകുന്ന തിരുപ്പിറവി തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നു. താങ്ക് യു. നന്ദി.